നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ പ്രതി പ്രവീണിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് മാവേലിക്കരയിലെ യുവമോർച്ച നേതാവ്. പ്രവീണിനെ പിടികൂടാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. റിനു ശ്രീധർ ചേരുന്നുണ്ട് ടെലിഫോണിൽ ഇതിന്റെ വിശദാംശങ്ങളുമായി. റിനു, ഒരുപക്ഷെ കേരളം ആകെ ചർച്ച ചെയ്ത ഒരു വാർത്തയാണ്. അത്ര പരസ്യമായാണ് ഇയാൾ നടു റോഡിൽ ഇറങ്ങി നിന്ന് പോലീസ് സ്റ്റേഷന് നേരെ അടക്കം ബോംബെറിയുന്ന സാഹചര്യം ഉണ്ടായത്. RSSന്റെ നെടുമങ്ങാട് ജില്ലാ പ്രചാരകം കൂടിയാണ് ഇദ്ദേഹം. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ആനന്ദ്, ഹർത്താൽ ദിനത്തിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് 4 ബോംബുകളും അതുപോലെ തന്നെ CPM-ന്റെ പാർട്ടി ഓഫീസിലേക്ക് 2 ബോംബുമാണ് പ്രവീണ എറിഞ്ഞ് അക്രമ അന്തരീക്ഷം സൃഷ്ടിച്ചത്. വലിയ രീതിയിൽ ഇത് പരിക്കുകൾ പോലീസുകാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായി എന്നുള്ളതാണ്. അന്നു മുതൽ തന്നെ ഇത് ആരാണ് എന്നുള്ള അന്വേഷണം കൃത്യമായി പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമായത്. അതിലൂടെയാണ് മാവേലിക്കര നൂർനാട് സ്വദേശിയായിട്ടുള്ള യുവമോർച്ച നേതാവ് പ്രവീണാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞത്. ഇന്നലെ ഉച്ചവരെ ഈ വാർത്തകൾ പുറത്തു വരുന്ന സമയം വരെ നൂർനാട്ടെ വീട്ടിൽ പ്രവീൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം വാർത്തകൾ പ്രചരിച്ചു. പ്രവീണിന്റെ ദൃശ്യങ്ങൾ അടക്കം വാർത്തകൾ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രവീൺ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അവിടെയുള്ള തന്നെ, അതായത് മാവേലിക്കര സ്വദേശിയായിട്ടുള്ള ഒരു യുവമോർച്ച നേതാവ് തന്നെയാണ് പ്രവീണിനെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത്. ഇപ്പോൾ അദ്ദേഹവും ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന ഒരു അറിവ്. അത് അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രവീണിനെ രക്ഷപ്പെടാൻ സഹായിച്ച യുവമോർച്ച നേതാവിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 10ഓളം പ്രതികളാണ് ഈ ബോംബെറിഞ്ഞ കേസുമായി ബന്ധപ്പെട്ട്. 10ലധികം പേരാണ് ഇപ്പോൾ നെടുമങ്ങാട് DYSPയുടെ കസ്റ്റഡിയിലുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ പ്രവീണിന്റെ അനിയൻ വിഷ്ണു ഉൾപ്പെടെയുള്ളവർ. നെടുമങ്ങാടിന്റെ ജില്ലാ പ്രചാരകൻ കൂടിയാണ് പ്രവീണിനെ സംഭവ സമയത്ത് അവിടെ സ്ഥലത്തെത്തിച്ച അദ്ദേഹത്തിന്റെ അനുജൻ വിഷ്ണു ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. മറ്റൊന്ന്, പ്രവീണിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിന്റെ രക്ഷപ്പെടാൻ സഹായിച്ച ആളെയും കൃത്യമായി തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച്. ഉടൻ തന്നെ പ്രവീണിനെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചന. എന്തായാലും വരും മണിക്കൂറുകളിൽ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ്. മറ്റൊന്ന് അന്നേ ദിവസം ഹർത്താലുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി പോലീസിന്റെ കണക്കുകൾ വരും സമയങ്ങളിൽ നമുക്ക് ലഭ്യമാകും. അറസ്റ്റ് നടപടികൾ തുടരുന്നുണ്ട്. ഇത്തരത്തിൽ ക്രമസമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വലിയ ഒരു അക്രമത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെയും അതുപോലെ തന്നെ അണികളെയും കൃത്യമായി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന സൂചന. ശരി, റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്. തലശ്ശേരിയിൽ RSS അക്രമം തുടരുകയാണ്. പാറാലിൽ മദ്രസയ്ക്ക് നേരെ അക്രമമുണ്ടായി. ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായത്. NGO യൂണിയൻ നേതാവിന്റെ വീടിനു നേരെയും പുലർച്ചെ ബോംബേറുണ്ടായി. അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ തലശ്ശേരി ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നാളെ അർദ്ധരാത്രി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ഒട്ടും ശുഭകരമായ വാർത്തകളല്ല കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം കോഴിക്കോട് വലിയ അക്രമം നടന്ന് ഇവർ ഒരു സംഘപരിവാർ പ്രവർത്തകർ ഒരു കേന്ദ്രത്തിലേക്ക് മാറി മുസ്ലിങ്ങളെ ആകെ കൊന്നുകളയുമെന്നൊക്കെ പരസ്യമായി വിളിച്ചു പറയുന്നത് എല്ലാ മാധ്യമങ്ങളും തത്സമയം റിപ്പോർട്ട് ചെയ്തതാണ്. അതിന്റെ തുടർച്ചയാണോ ഇപ്പോൾ തലശ്ശേരിയിൽ അരങ്ങേറുന്ന ഈ അക്രമങ്ങൾ? സമാധാന യോഗത്തിൽ വെച്ച് പ്രകോപനം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും എന്നാൽ പ്രവർത്തകരെ അക്രമത്തിന് പറഞ്ഞയക്കുകയും ചെയ്യുന്ന നിലപാടാണ് RSS നേതൃത്വം കണ്ണൂർ ജില്ലയിൽ സ്വീകരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ചേർന്ന സമാധാന യോഗത്തിൽ വെച്ച് കണ്ണൂരിൽ സംഘർഷം ഒഴിവാക്കാനുള്ള എല്ലാ സമീപനവും ഉണ്ടാകുമെന്ന് RSS നേതാക്കൾ ഉറപ്പ് നൽകിയതാണ്. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ തലശ്ശേരി മേഖലയിൽ സംഘർഷം അഴിച്ചുവിട്ടുകൊണ്ട് ഈ സമാധാന യോഗത്തിലുണ്ടായ തീരുമാനം ലംഘിക്കുകയാണ് RSS ചെയ്തിരിക്കുന്നത്. രാത്രിയുടെ മറവിലാണ് തലശ്ശേരി മേഖലയിൽ വ്യാപകമായിട്ടുള്ള സംഭവങ്ങൾ RSS ഇന്നലെ അഴിച്ചുവിട്ടത്. തലശ്ശേരിക്കടുത്ത കൊളശ്ശേരിയിൽ NGO നേതാവിന്റെ വീടിന് നേരെ പുലർച്ചെ ബോംബേറുണ്ടായി. പുലർച്ചെ 12 കൂടിയാണ് NGO നേതാവ് P വിമൽകുമാറിന്റെ വീടിന് നേരെ ബോംബേറുണ്ടായത്. ബോംബേറിൽ വീടിന്റെ സിറ്റ് ഔട്ടും ജനൽ ചില്ലുകളും തകർന്നിട്ടുണ്ട്. ശക്തിയേറിയ സ്റ്റീൽ ബോംബുകളാണ് വീടിന് നേരെ വലിച്ചെറിഞ്ഞത്. സ്ഫോടനത്തിലാണ് വീടിന് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായത്. അതോടൊപ്പം തന്നെ പാറാലിൽ ഒരു മദ്രസക്ക് നേരെയും ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായി. മദ്രസയിൽ അകത്ത് പ്രവേശിച്ച് ഫർണിച്ചറുകളും ഇൻവെർട്ടർ മൈക്ക്
തുടങ്ങിയിട്ടുള്ള സാമഗ്രികളും നശിപ്പിച്ചു കളയുകയുമാണ് ചെയ്തത്. ഇത്തരത്തിൽ രാത്രിയുടെ മറവിൽ വ്യാപകമായി സംഘർഷം അഴിച്ചുവിട്ടുകൊണ്ട് തലശ്ശേരി മേഖലയിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ് RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കലാപത്തിന് കോപ്പുകൂട്ടുന്നതിന്റെ സൂചനയാണ് ഇത്. കാരണം സമാധാന ശ്രമങ്ങളിൽ ഒരു പ്രഹസനമാക്കി മാറ്റിക്കൊണ്ടാണ് RSS നേതൃത്വം മുന്നോട്ട് പോകുന്നത്. വലിയ സംഘർഷത്തിനുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. വ്യാപകമായി വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ആണ് RSSന്റെ ഒരു പ്രവർത്തന രീതി. ഈ വീടുകൾക്ക് നേരെ ആക്രമണം നടത്താൻ പാടില്ല എന്നുള്ള കാര്യം ഇന്നലെ കലക്ടറുടെ സമാധാന യോഗത്തിൽ തീരുമാനമാവുകയും കലക്ടർക്ക് ഇക്കാര്യത്തിൽ RSS നേതാക്കൾ, BJP നേതാക്കൾ, BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സത്യപ്രകാശൻ ഉൾപ്പെടെയുള്ളവർ ഉറപ്പ് നൽകിയതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വ്യാപകമായി ഇന്നലെ രാത്രി തന്നെ വീടുകൾക്ക് നേരെയും അതോടൊപ്പം തന്നെ മദ്രസയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായത്. മറ്റൊരു നിർണായക വാർത്തയിലേക്ക് കൂടി. ശബരിമല വിശ്വാസ ലംഘനത്തിന്റെ പേരിൽ സർക്കാരിനെതിരെ സംഘടിക്കാൻ NSS ആഹ്വാനം നൽകിയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ ലഭിക്കുന്നു. TP പ്രശാന്ത് ചേരുന്നുണ്ട് ഇതിന്റെ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, എങ്ങനെയാണ് ഈ ആഹ്വാനം വരുന്നത്? ശബരിമലയിലെ വിശ്വാസ ലംഘനത്തിനെതിരെ വിശ്വാസികളും സംഘടനകളും ഒരുമിക്കണം എന്ന ആഹ്വാനമാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ എന്നൊരു പ്രസ്താവനയിലൂടെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് ഒരു കാലത്ത് നടന്നിട്ടുള്ള വിമോചന സമരത്തെ അടക്കം ഓർമ്മിപ്പിക്കപ്പെടുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് ഇപ്പോൾ കേരള സമൂഹം വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ മറവിൽ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിലൂടെ ആചാരാനുഷ്ഠാനം ഇല്ലാതാക്കി നിരീശ്വരവാദം നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതിനെതിരെ എല്ലാ മതവിശ്വാസികളും ഒരുമിക്കണമെന്നാണ് അദ്ദേഹം ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു കലാപത്തിനടക്കം ആഹ്വാനം ചെയ്യുന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന മാറിയിരിക്കുന്നതെന്ന് വേണം കരുതാൻ. ജനങ്ങൾക്ക് നൽകിയ അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് ഏത് ഹീനമാർഗം ഉപയോഗിച്ച് പാർട്ടിയുടെ നയം നടപ്പാക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്നാണ് സംശയമെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം കലാപങ്ങൾക്കെല്ലാം സംസ്ഥാന സർക്കാരാണ് കാരണമെന്നടക്കമാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തെരുവിൽ മാധ്യമപ്രവർത്തകരും നിരവധി ജനങ്ങളും ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും അതിനെ ന്യായീകരിക്കുന്ന ഒരു തരത്തിലേക്ക്, അല്ലെങ്കിൽ ആ അക്രമികളെ ന്യായീകരിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ NSSന്റെ റിലീസ് പുറത്തു വന്നിരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള നിരോധനാജ്ഞ നടപ്പാക്കുകയും നിരപരാധികളായ ഭക്തജനങ്ങളെ കേസിൽ കുടുക്കി ജയിലിലടക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്നും റിലീസിൽ അതായത് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ശബരിമല വിഷയത്തിൽ എല്ലാ മതസാമുദായിക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നും അവിടുത്തെ വിശ്വാസം തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും എല്ലാ മതവിശ്വാസികളും ബന്ധപ്പെട്ട സംഘടനകളും വിശ്വാസ ലംഘനത്തിനെതിരെ പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളത് അടക്കമാണ്. ശരിക്കും സർക്കാരിനെതിരെ ഒരു വലിയൊരു കലാപത്തിനാണ് ഇപ്പോൾ NSS ഈ ഒരു പ്രസ്താവനയിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്തരത്തിൽ വലിയ ഒരു വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് എല്ലാ മതവിശ്വാസികളെയും സംഘടനകളെയും കൂട്ടി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നവോത്ഥാന കേരളത്തിനായി എടുത്തിരിക്കുന്ന ഒരു നിലപാടിനെതിരെ വലിയൊരു കലാപമാണ് ഇപ്പോൾ NSS അടക്കം ലക്ഷ്യമിടുന്നതെന്ന് വേണം ഇതിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ. ആ ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന പുറത്തു വന്നിട്ടുള്ളത്. പ്രശാന്ത്, അതായത് 1959 കേരളത്തിന്റെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും രേഖപ്പെടുത്തപ്പെട്ടതുപോലെ ഒരു വിമോചന സമരം, രണ്ടാം വിമോചന സമരം ഉന്നം വയ്ക്കുന്നുണ്ട് NSS. കാരണം പ്രശാന്ത് നൽകിയ വിവരങ്ങൾ കൃത്യമാണെങ്കിൽ അതിൽ പറയുന്നത് എല്ലാ വിശ്വാസി സംഘടനകളും ഈ സർക്കാരിനെതിരെ സംഘടിക്കണം എന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു നിലയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ റിലീസിന്റെ അവസാനത്തെ ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്, ഏത് മതത്തിന്റെ ആയാലും വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണെന്നും ശബരിമല വിഷയം എല്ലാ മത സാമുദായിക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അവിടെ വിശ്വാസം തകർക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല എന്നും എല്ലാ മതവിശ്വാസികളും ബന്ധപ്പെട്ട സംഘടനകളും ഈ വിശ്വാസ ലംഘനത്തിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നിലവിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം, പ്രത്യേകിച്ച് സുപ്രീം കോടതി അടക്കമുള്ള ഒരു സുപ്രീം കോടതിയുടെ വിധി ശബരിമലയുടെ ചുറ്റും മാത്രം ബാധിക്കുന്ന ഒരു വിധിയെ സമൂഹത്തിൽ ഇറക്കിക്കൊണ്ട് വലിയൊരു കലാപത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ആഹ്വാനത്തിലേക്കാണ് ഇപ്പോൾ NSSന്റെ അടക്കമുള്ള ഈ പ്രസ്താവനകൾ വന്നിട്ടുള്ളത്. ഇത് വലിയൊരു തരത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. സർക്കാരിനെതിരെ കലാപത്തിനാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ പ്രസ്താവന പുറത്തു വന്നിട്ടുള്ളത്. പ്രശാന്ത്, ഏതായാലും ഈ വാർത്ത വലിയ നിലയിൽ തന്നെ ഒരുപക്ഷെ പ്രത്യക്ഷമായി NSSന്റെ നിലപാടിനെ പരിശോധിക്കപ്പെടുകയാണ്. രാഷ്ട്രീയമായ ഏത് സമദൂരമാണ് ഈ പ്രസ്താവനയിൽ നമുക്ക് ഇപ്പോൾ വായിക്കാൻ കഴിയുന്നത് പ്രശാന്ത്? ഏതായാലും സമദൂരം എപ്പോഴും പറയുകയും ചില ആളുകളോട് മാത്രം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പോൾ സമദൂരം ശരിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം സമദൂരം എന്നുള്ളത് ഒരു മറ മാത്രമായി ഇപ്പോൾ NSS ഉപയോഗിക്കുന്ന തരത്തിലേക്കാണ് ഈ ഒരു പ്രസ്താവന ഇതിലൂടെ വായിച്ചെടുക്കേണ്ടത്. അതായത് ഇതിനു മുമ്പും അതായത് എല്ലാവർക്കും വേണ്ടി അല്ലെങ്കിൽ ഒരു നവോത്ഥാന കാലത്തിലേക്ക്
മന്നത്ത് പത്മനാഭനടക്കം ഉള്ളവർ നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത് കടുത്ത ചേരി തിരിഞ്ഞുള്ള അല്ലെങ്കിൽ സർക്കാരിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള NSSന്റെ ഒരു പ്രസ്താവന, അത് സമൂഹത്തിൽ വലിയൊരു കലാപം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. നവോത്ഥാനത്തിന്റെ ആചാര്യന്മാർ കൊടിപിടിച്ച് മുന്നോട്ട് നയിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം സമൂഹത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു പ്രസ്താവന പുറത്തിറങ്ങിയിരിക്കുന്നു. ശബരിമലയിലെ ലംഘനത്തിനെതിരെ വിശ്വാസികളും സംഘടനകളും ഒരുമിച്ച് വരണം, അത് എല്ലാ മത സാമുദായിക സംഘടനകളും ഒരുമിച്ച് വരണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിനടക്കം നവോത്ഥാന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ നവോത്ഥാന സംഘടനകളെയും യോഗം വിളിച്ചപ്പോൾ അത്തരത്തിലുള്ള നവോത്ഥാന സംഘടനകൾക്കൊപ്പം ഉണ്ടായിരുന്ന NSS പോലും അതിന്റെ ഭാഗമായി നിൽക്കാതെ ഇപ്പോൾ സമൂഹത്തിലേക്ക് ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ മറ്റൊരു വിമോചന സമരത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ NSSന്റെ ചില നേതൃത്വങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് ബോധ്യമാകാൻ. അത് വലിയൊരു തരത്തിലേക്ക് ഇപ്പോൾ വിവാദമായിരിക്കുന്നു, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതായത് പ്രശാന്ത്, ഇതിനകത്ത് ഒരു ദീർഘനാൾ നീണ്ട ആസൂത്രണങ്ങൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടാകണം. ഇങ്ങനെ ഒരു നിർണായകമായ തീരുമാനമെടുത്ത് പത്രക്കുറിപ്പായി NSSന്റെ പേരിൽ ഇന്നത്തെ കേരളത്തിൽ പുറത്തു വരണമെങ്കിൽ നല്ല ആലോചനകൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടായിരിക്കണം. കാരണം ആദ്യഘട്ടത്തിലൊന്നും വളരെ പ്രത്യക്ഷമായ ഒരു കൃത്യമായ സ്റ്റാൻഡ് എന്താണെന്ന നിലയിൽ ഇവർ പ്രകടിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്ന ഒരു മൃദു രീതിയിലുള്ള സമീപനം, പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ ശക്തമായ ചില പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് പോലെ തോന്നിപ്പിക്കുന്ന നിലയിൽ ഇപ്പോൾ ഇത് കൃത്യമായി വലിയ നിലയിൽ ഒരുപക്ഷെ NSSന്റെ നിലയിൽ മാത്രമല്ല വിശ്വാസി സംഘടനകൾ എല്ലാവരും സർക്കാരിനെതിരെ സംഘടിക്കാനുള്ള സമയം, സംഘടിച്ച മതിയാകും എന്ന നിലയിൽ ആവശ്യപ്പെടുകയാണ് NSS. വലിയ ഉന്നതതലമായ ആലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടായിരിക്കണം. ഒരുപക്ഷെ RSSന്റെ തൊഴുത്തിൽ കെട്ടുകയാണ് എന്ന കോടിയേരിയുടെ നിരീക്ഷണമൊക്കെ ഈ ഘട്ടത്തിൽ പ്രസക്തമായി വരുന്നുമുണ്ട്. തീർച്ചയായിട്ടും. കാരണം ശബരിമലയിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് 52 വയസ്സുകാരിയായിട്ടുള്ള സ്ത്രീ ശബരിമലയിലേക്ക് സന്ദർശിക്കാൻ വന്നപ്പോൾ അവരുടെ തലയ്ക്ക് നേരെ തേങ്ങ എറിഞ്ഞുടയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് വിശ്വാസത്തിന്റെയും വലിയൊരു ലംഘനം തന്നെയായിരുന്നു. ആ നിലയിൽ പോലും അത്തരത്തിൽ വിശ്വാസികൾ പോലും ശബരിമലയിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ പോലും അതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാനോ ഒരു പ്രസ്താവനയോ പുറത്ത് വിടുവാനോ NSS തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ NSS നടത്തുന്ന നീക്കം ഇവിടെ കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള, കലാപത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്ന വർഗീയ സംഘടനകളെ സഹായിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ NSS, അതിന് ഊർജ്ജം പകരുന്ന തരത്തിലേക്കാണ് NSSന്റെ ഈ പ്രസ്താവന ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് തന്നെ വേണം വ്യക്തമാക്കാൻ. കാരണം ഇപ്പോൾ NSS പറയുന്നു ഏത് മതത്തിന്റെ ആയാലും വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആവശ്യമാണെന്നും അതുകൊണ്ട് എല്ലാ മത സാമുദായിക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഇത്തരത്തിൽ സംഘടനകളും ഇത്തരത്തിൽ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി പറയുന്നു. അതായത് വിമോചന സമരത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലേക്ക് ഇത്തരത്തിൽ മത സാമുദായിക കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി സമൂഹത്തിൽ വീണ്ടും വിശ്വാസത്തിന്റെ പേരിൽ വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ അതിന് RSSന്റെയും എല്ലാ തരത്തിലുള്ള പിന്തുണയും ഇതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. RSSന്റെയും ഒരു ചട്ടുകമായി NSS മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. നവോത്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള ഒരു സംഘടന കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതിന്റെ നേതൃത്വം ആരുമായി കൂട്ടുകൂടിയിരിക്കുന്നു എന്നുള്ളത് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെതിരെയുള്ള കലാപം NSS ആഹ്വാനം ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും NSSനെതിരെ ഇപ്പോൾ പ്രതികരണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. NSS എന്തായാലും ഇത്തരത്തിൽ എല്ലാ മതവിശ്വാസികളും സംഘടനകളും പ്രതികരിക്കേണ്ട രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് ഈ പ്രസ്താവനയുടെ ഏറ്റവും അവസാനത്തെ വരിയിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ശബരിമലയിലെ ലംഘനത്തിനെതിരെ വിശ്വാസികളും സംഘടനകളും രംഗത്ത് വരണമെന്നും സർക്കാരിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് NSSന്റെ നയമെന്നും ഇപ്പോൾ ഈ പ്രസ്താവനയോടെ വ്യക്തമായിരിക്കുകയാണ്. അതായത് പ്രശാന്ത്, ഈ ഘട്ടത്തിൽ മറ്റൊരു പ്രസക്തമായ ചോദ്യമുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നിലപാടുകളുമായുള്ള സമദൂരം എന്നൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം തന്നെ കേരളത്തിൽ പ്രസക്തമായി ചർച്ച ചെയ്യപ്പെടുന്നത് NSSന്റെ നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ ഈ നിരീക്ഷണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തീർത്തും വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായ ഒരു സംഘടനയുടെ നിലപാട് എന്ന നിലയിൽ ഒരു നിഷ്പക്ഷമായ നിലപാടായിട്ടാണോ അതോ ഏതെങ്കിലും കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരായ സംഘടിക്കൽ ആഹ്വാനം എന്ന നിലയിലാണോ പ്രശാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇതിനോടകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സമദൂരം എന്നുള്ളത് NSSനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കവചമാണ് എന്ന് തന്നെയാണ് NSSന്റെ ഈ നിലപാടിൽ നിന്ന് വ്യക്തമാക്കുന്നത്. സമദൂരം വിട്ടുകൊണ്ട് തിന്മയുടെ ഒരു ദൂരത്തിലേക്ക് NSS പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് NSS ഇപ്പോൾ ഇത്തരത്തിലുള്ള കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത്. ഇതിനു മുമ്പ് പല സംഘടനകളും ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ ആ സംഘടനകൾക്കൊപ്പം ഒന്നും തന്നെ നിൽക്കാൻ അല്ലെങ്കിൽ തയ്യാറായില്ല. കാരണം കേരളത്തിലെ നവോത്ഥാന സംഘടനകൾ പൊതുവായ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ NSS മാത്രമാണ്
മുഖം തിരിഞ്ഞു നിന്നത്. അത്തരത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ NSSന്റെ സമദൂരം എന്നുള്ളത് ശരിയാണോ എന്ന് തന്നെ ഉള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള സംഘടനകൾ, നവോത്ഥാന സംഘടനകൾ സർക്കാരിനൊപ്പം നവോത്ഥാനത്തിനോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായി നിൽക്കുമ്പോൾ NSS മാത്രം മുഖം തിരിയുമ്പോൾ അതിനകത്ത് വലിയ ഒരു ചർച്ച ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് NSS RSSുമായിട്ടുള്ള അല്ലെങ്കിൽ RSSുമായിട്ടുള്ള ചില ബാന്ധവങ്ങൾ NSSന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് വിശ്വാസത്തിന്റെ പേരിൽ ഇപ്പോൾ TV പ്രശാന്ത് പ്രശാന്ത് നൽകിയ ഈ വാർത്തയുടെ നിർണായകമായ വിവരങ്ങളിലേക്ക് കൂടുതൽ എത്തേണ്ടതുണ്ട്. ഇപ്പോൾ CK ജാനു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിർണായകമായ പ്രതികരണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ ഘട്ടത്തിൽ. CK ജാനു, ഈ വാർത്തയുടെ ഈ പ്രസിദ്ധീകരണമാണ് ഇത് NSSന്റെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ പ്രസിദ്ധീകരണം. എല്ലാ വിശ്വാസി സംഘടനകളും ഈ സർക്കാരിനെതിരെ സംഘടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ പ്രസ്താവനയുടെ ഉള്ളടക്കം. വളരെ കൃത്യമായിട്ടും ഇപ്പോ എല്ലാ ഇപ്പോ നടക്കുന്ന ഈ പദ്ധതിയിൽ ഈ കേരളത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ വരുന്ന ഒരു സംഭവം, യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കലാപം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയെ കേരളത്തിലെ മുഴുവൻ ആളുകളും തിരിച്ചറിയുകയും അതിനനുസരിച്ച് നിലപാടെടുക്കേണ്ട ഒരു സമയവും അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ആളുകളുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം വളരെ സജീവമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കലാപങ്ങളെ നമുക്ക് ഒരു കാരണവശാലും അതിനോട് യോജിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അത്തരം ഒരു നിലപാടിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ മനുഷ്യന്റെ മാനസിക മൂല്യങ്ങൾ അടങ്ങുന്ന സംവിധാനത്തിനെ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് വളരെ സജീവമായിട്ട് ഉണ്ടാവേണ്ടത്. അത്തരമൊരു ഇടപെടലിലേക്ക് താമസിയാതെ വരുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. ഇപ്പോൾ ജനങ്ങൾ ഉണരേണ്ട ഒരു സമയമാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ എത്രയും പെട്ടെന്ന് ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുകയും ഇതിനെതിരെയുള്ള പ്രതികരണമായിട്ട് എല്ലാ ആളുകളും, നാനാ തുറകളിലുള്ള ആളുകളും രംഗത്തേക്ക് വരേണ്ട ഒരു സമയമാണിപ്പോ. ഈ അവസരം പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു നിലയിലേക്ക് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീമതി CK ജാനു, തീർച്ചയായും താങ്കളുടെ ഈ ഘട്ടത്തിൽ ഒരു സമൂഹത്തിൽ വളരെ നിർണായകമായ ഒരു ഐഡന്റിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു നിർണായകമായ വാക്കുകളും നിങ്ങളുടെ ഇടപെടലുകളും നോക്കിക്കാണുന്ന ഒരു സമൂഹം കൂടിയാണത്. ഈ ഘട്ടത്തിൽ 21ാം നൂറ്റാണ്ടിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെ വിശ്വാസികളായ മുഴുവൻ സംഘടനകളും സംഘടിക്കേണ്ട സമയം എന്ന് ഒരു നവോത്ഥാന പാരമ്പര്യമുള്ള സംഘടനയുടെ നേതാവ് പത്രപ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു. ഇതിനോടുള്ള പ്രതികരണം എന്താണ് CK ജാനു ഈ ഘട്ടത്തിൽ? ഞാൻ പറയുന്നത് ഇന്ന് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇവിടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ശരിക്കും തിരിച്ചറിയും എന്താണ് നടക്കുന്നത്, എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തല്ല. അവർ ലൈവായിട്ട് നേരിൽ ഈ മൊത്തം കാര്യങ്ങളും കാണുന്നതാണ്. അതിനനുസരിച്ച് ആളുകൾ ഒരു നിലപാടെടുക്കും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മൊത്തമായിട്ടുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ അല്ല, ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. ഒരു കലാപമല്ല വേണ്ടത്, ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. അത് ഇനി എന്തിന്റെ പേരിൽ പറഞ്ഞ് അതിനെ ആ അവസ്ഥയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം വളരെ സജീവമായിട്ടുണ്ടാവണം. ഈ മനസാക്ഷി മരയിക്കാത്ത പച്ചയായ മനുഷ്യരുടെ കൂട്ടായ്മ വരുന്ന ആളുകൾ വളരെ സജീവമായിട്ടുണ്ടാവും. ഇത്തരം സംഭവങ്ങൾ എല്ലാ ആളുകളും ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ രീതിയിലുള്ള ഒരു ഇടപെടൽ വളരെ സജീവമായിട്ട് ആളുകളുടെ ഇടയിൽ വരും. ഇപ്പൊ ഓരോ സ്ഥലത്തും അത്തരം രീതിയിലേക്കാണ് ആളുകളുടെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇത്തരം ഒരു സംവിധാനത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിൽ എന്തെങ്കിലും ഒരു ദൈനംദിന സംവിധാനത്തിനകത്ത് എന്തെങ്കിലും ആകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. തീർച്ചയായും CK ജാനു, ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് CK ജാനുവിന്റെ ഈ ഘട്ടത്തിലെ പ്രതികരണം. മനുഷ്യത്വം മരിക്കാത്തവർ അവരുടെ കൂട്ടായ്മകൾ വരുന്ന കാലത്ത് കേരളത്തിൽ ഇതിനുള്ള കൃത്യമായ മറുപടികൾ നൽകുന്ന നിലയിൽ രൂപം കൊള്ളും. ഈ വാർത്തയിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇപ്പോൾ കടകംപള്ളി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. സംസ്ഥാനത്തെ കലാപത്തിന് കാരണം സർക്കാരാണെന്നാണ് NSS ഇപ്പോൾ വാർത്താക്കുറിപ്പ് പറഞ്ഞിരിക്കുന്നത്. ലളിതമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം സങ്കീർണമാക്കിയെന്ന് പറയുന്നത്
NSSന്റെ വാർത്താക്കുറിപ്പ് വല്ലാതെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി പരിശോധിക്കാൻ NSS തയ്യാറാകുന്നു. ഇപ്പോ പാർട്ടി നയം നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന ആക്ഷേപം അവരുന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ 2007 അഫിഡവിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം ഇക്കാര്യത്തിൽ എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ്. അത് ഒരു ആവർത്തി കൂടെ NSSന്റെ ഗവൺമെന്റിനായിരുന്നു ജനറൽ സെക്രട്ടറി വായിക്കുന്നതെന്നായി. LDFന് നേതൃത്വം കൊടുക്കുന്ന വിവിധ പാർട്ടികൾക്ക് ഇക്കാര്യത്തിൽ എന്ത് അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പ്രശ്നമായതുകൊണ്ട് LDFന് നേതൃത്വം കൊടുക്കുന്ന വിവിധ പാർട്ടികൾക്ക് ഇക്കാര്യത്തിൽ എന്ത് അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പ്രശ്നമായതുകൊണ്ട് ഹിന്ദുമത ധർമ്മത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായമായിരിക്കും സ്വീകരിക്കുന്നത് നന്നാവുക എന്നാണ് സുപ്രീം കോടതിക്ക് കൊടുത്ത അഫിഡവിറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം വ്യക്തമാക്കിയിരുന്നത്. അതാണ് ശബരിമല സ്ത്രീ പ്രവേശന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ നയമെന്ന് പറയുന്നത്. അവിടെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കണ്ടതുകൊണ്ടാണ് അത്തരം ഒരു പ്രാർത്ഥന സുപ്രീം കോടതിയുടെ മുന്നിൽ നടത്താനായിട്ട് അന്നത്തെ ഗവൺമെൻറ് തീരുമാനിച്ചതും ഈ ഗവൺമെൻറ് ആവർത്തിക്കുന്നതിന് വേണ്ടി തയ്യാറായതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാദഗതി ശരിയല്ലെന്ന് അതിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്. മറ്റൊന്ന്, നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് നിരീശ്വരവാദം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം ആക്ഷേപിക്കുകയാണ്. വളരെ തെറ്റായിട്ടുള്ളൊരു ആക്ഷേപമാണിത്. നവോത്ഥാന ചരിത്രം നമ്മൾ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും ഗവൺമെൻറ് ഒരിടത്തും നടത്തിയിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളൊക്കെ തന്നെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് സഹായകരമാകുന്ന നിലപാടുകൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയാൻ വേണ്ടി സാധിക്കും, എല്ലാ ആരാധനാലയങ്ങളിലും എത്തിച്ചേരുന്ന വിശ്വാസികൾക്ക് എല്ലാ വിധത്തിലുമുള്ള സംരക്ഷണവും പിന്തുണയും സഹായവും നൽകുക എന്നുള്ളത് ഒരു നയമായി അംഗീകരിച്ചുകൊണ്ട് എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ക്ഷേത്ര വികസന കാര്യത്തിലും മറ്റുമെല്ലാം തന്നെ ഈ ഗവൺമെൻറ് എടുക്കുന്നതായിട്ടുള്ള സമീപനം ലോകർക്കാകെ ബോധ്യമുള്ളതാണ്. യഥാർത്ഥത്തിൽ അതെല്ലാമാണ് RSSനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ക്ഷേത്ര വികസന കാര്യത്തിലും ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും മറ്റ് ആരാധനാലയങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇത്രയേറെ പണം എന്തിനു ചെലവഴിക്കണം, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ RSSും BJPയും CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും എതിരെ മുന്നോട്ട് വരുന്നത്. ആ ആക്ഷേപം. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, സംസ്ഥാനത്ത് കലാപത്തിന് കാരണം സർക്കാരാണെന്ന്. അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും അത് വിശ്വസിക്കും? യഥാർത്ഥത്തിൽ അദ്ദേഹം കലാപകാരികളെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. NSSനെ പോലുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനം അത്തരമൊരു പ്രോത്സാഹനം കലാപം നടത്തുന്നവർക്ക് നൽകാൻ വേണ്ടി പാടുള്ളൂ. ഗവൺമെന്റ് ആകെ ചെയ്യുന്നത് എന്താ? ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. സുപ്രീം കോടതിയുടെ തീരുമാനം നടപ്പിലാക്കുന്നതിനുള്ള പിൻബലം നൽകുന്നു. അല്ലാതെ ഗവൺമെന്റ് മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ട്? ഭരണഘടനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്
സംസ്ഥാനത്ത് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്താൻ പോകുന്നത് എന്ന് ഇന്നലെ BJP-യുടെ ഒരു സമുന്നത നേതാവിന്റെ പ്രസ്താവന കണ്ടു. അപ്പൊ ഭരണഘടനയെയും അതിന്റെ നല്ല മൂല്യങ്ങളെയും നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതി നൽകുന്നതായിട്ടുള്ള വിധിയെയും അംഗീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾക്ക് കലാപം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രേരണയായി മാറാം. അത്തരം കലാപകാരികളെ തള്ളിപ്പറയുന്ന പാരമ്പര്യമല്ലേ നാം സ്വീകരിക്കേണ്ടത്? NSS-ന്റെ ബഹുമാന്യനായിട്ടുള്ള ജനറൽ സെക്രട്ടറി കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് പോലുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് നടത്തിയിരിക്കുന്നത്. അത് ശരിയല്ലെന്നാണ് എന്റെ വിനീതമായിട്ടുള്ള പക്ഷം. വിശ്വാസം സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിശ്ചയമായിട്ടും ആ ബാധ്യത തന്നെയാണ് സർക്കാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കലാപമുണ്ടാക്കാനും നാടിനെ കുട്ടിച്ചോറാക്കാനും നടത്തുന്ന പരിശ്രമങ്ങൾ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ. യഥാർത്ഥ വിശ്വാസികൾക്ക് ആർക്കും തന്നെ ഗവൺമെന്റ് നടപടികളിൽ യാതൊരു തരത്തിലുള്ള അസംതൃപ്തിയുമില്ല. വിശ്വാസം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. ആ നിലപാട് തുടരുക തന്നെ ചെയ്യും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. യഥാർത്ഥത്തിൽ ഒരു സ്വീകരിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു സമീപനം ഈ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട് BJP-യും RSS-ഉം നടത്തുന്നതായിട്ടുള്ള അക്രമ കാര്യങ്ങളിൽ NSS-നെ പോലുള്ള പ്രസ്ഥാനം സ്വീകരിച്ചു കാണുന്നതിൽ നല്ല ഉചിതമുണ്ട്, പ്രയാസമുണ്ട്. NSS നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നവോത്ഥാന പാരമ്പര്യമുള്ള പ്രസ്ഥാനം. ആ നവോത്ഥാന പാരമ്പര്യത്തിന്റെ അടിത്തറ പരിശോധിക്കുമ്പോൾ ജാതി മത വിവേചനങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വളരെ താല്പര്യപൂർവ്വം പങ്കെടുത്ത NSS നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ RSS ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മതത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുകയും ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് അധികാരത്തിലെത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു കക്ഷിയായിട്ടാണ് RSS-നെയും BJP-യും കാണാൻ സാധിക്കും. രാജ്യത്തിന്റെ ചരിത്രം തന്നെ ഇപ്പൊ അങ്ങനെ മാറി പരിശോധന കാണാൻ സാധിക്കും. അവർക്ക് കുടപിടിക്കുന്നതായിട്ടുള്ള, അവർക്ക് ചൂട്ടുപിടിക്കുന്നതായിട്ടുള്ള, അവരെ പിന്തുണയ്ക്കുന്നതായിട്ടുള്ള ഒരു സമീപനവും NSS-നെ പോലുള്ള ഒരു പ്രസ്ഥാനം സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. ഈ പ്രളയകാലത്ത് RSS-ന്റെ ഭാഗത്തുനിന്നോ NSS-ന്റെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലുള്ള പ്രസ്താവനകളും വന്നില്ല. പക്ഷെ ഇപ്പം ഇവരെല്ലാം ഒരേ ശബ്ദത്തിൽ സംസാരിക്കുന്നു. ഒരു യാദൃച്ഛികത തോന്നുന്നുണ്ടോ അതിൽ? പ്രളയത്തെ നേരിടാനായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങളെ ആകെ യോജിപ്പിച്ച് അണിനിരത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ RSS-ഉം NSS-ഉം വ്യത്യാസവും ഇല്ലാതെ സംസ്ഥാനത്താകെ ജനങ്ങളെ യോജിപ്പിച്ച് നിർത്തി ഗവൺമെന്റ് നടത്തിയ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒരു വലിയ പ്രളയ ദുരന്തത്തെ മറികടക്കാനായിട്ട് നമ്മൾ സഹായിച്ചു. അടുത്ത കാലത്ത് ശബരിമല സ്ത്രീ പ്രവേശന പ്രശ്നത്തിൽ NSS-ന് ഒരു പ്രത്യേകമായിട്ടുള്ള നിലപാട് ഉണ്ടായത് തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിൽ ഉപയോഗപ്പെടുത്താം എന്ന് കരുതി RSS NSS-നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. NSS-നെ ഒരു നിലപാടായിട്ട് തോന്നുന്നു. അപ്പോൾ ജനറൽ സെക്രട്ടറി ഒരു നിലപാടെടുത്തത് അത് സംഘടനയാവുകയും കൊണ്ടുപോകുന്നു നമുക്ക് പറയാനാണില്ല. ഒരു ചെറിയ പ്രസ്ഥാനമല്ലല്ലോ ചേട്ടാ, ജനറൽ സെക്രട്ടറി മാത്രമല്ല, അതിൻ്റെതായിട്ടുള്ള സംഘടനാ രൂപമുണ്ട്. ഏതായാലും അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് കഷ്ടമായി പോയി എന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ നാട്ടില് ഒരു പഴമൊഴിയുണ്ട്, മോൻ ചത്താലും കുഴപ്പമില്ല, മരുമകളുടെ ഭാര്യയില്ല. ആ പഴമൊഴിയെ അന്വർത്ഥമാക്കുന്ന തരത്തിലായി ഇത് നാടിന്റെ സർവനാശത്തിലേക്കായിരിക്കും RSS-നെ BJP സഹായിച്ചാൽ
നാം എത്തിച്ചേരുക എന്ന് മനസ്സിലാക്കാനായിട്ട് NSS നേതൃത്വത്തിന് ആകെ സാധിക്കേണ്ടതായിട്ടുള്ളതാണ് എന്റെ വിനീതമായിട്ടുള്ളത്. ഇതിന് പ്രധാനമായി പ്രസ്ഥാനം പറയുന്ന ഒരു വാക്ക് എല്ലാ മതസംഘടനകളും വിശ്വാസികളും സംഘടിക്കണമെന്നുള്ളതാണ്. അതൊരു രണ്ടാം വിമോചന സമരത്തിന്റെ ആഹ്വാനമായി കരുതുന്നു. എല്ലാ നവോത്ഥാന സംഘടനകളെയുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏതാണ്ട് എല്ലാ നവോത്ഥാന സംഘടനകളും സംഘടിച്ചാണ് ഇപ്പോഴത്തെ നവോത്ഥാന മുന്നേറ്റത്തിന് ചരിത്രം സൃഷ്ടിക്കുന്നതായിട്ടുള്ള വനിതാ മതിൽ നിർമ്മിച്ചു. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. വിമോചന സമരം എന്നെല്ലാം പറയുന്നത് ഒരു പഴയകാല സങ്കല്പനമാണ്. അതൊന്നും നമ്മുടെ നാട്ടിൽ ഇക്കാലത്ത് ആരും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതിന്റെ പിന്നിലൊന്നും ആരും കൂടാൻ വേണ്ടി ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ്, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ഈ പ്രശ്നത്തിൽ തന്നെ RSSന്റെയും BJPയുടെ നിലപാടെന്താണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സുവർണ അവസരമാണ്, നമ്മുടെ രാഷ്ട്രീയ ലാഭമാണ് നമുക്ക് ലക്ഷ്യം, അതിനു വേണ്ടിയിട്ട് എന്തുമാകാം. ആ എന്തുമാകാം എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ കാണുന്നത് RSSന്റെ ജില്ലാ കാര്യവാഹ് അയാൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിയുകയാണ്. ആ എന്തുമാകാം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു നിലപാടിൽ വരുന്നതാണ്. അപ്പോ എങ്ങനെയെങ്കിലും നാട്ടിൽ കലാപം ഉണ്ടാക്കുക, പോലീസിനെ ഇടപെടുത്തിക്കുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബലിദാനികൾക്ക് വേണ്ടിയിട്ട് പരക്കം പായുകയാണ്. നമ്മൾ കണ്ടതാണ്. ഇവിടെ ആത്മഹത്യ ചെയ്തവനെ ബലിദാനിയാക്കി മാറ്റി, അപകടത്തിൽപ്പെട്ട് മരിച്ച ഒരാളെ ബലിദാനിയാക്കി മാറ്റി. ഈ രണ്ട് ബലിദാനികൾക്കും വേണ്ടിയിട്ട് ഹർത്താൽ ആചരിച്ചു. ഇതൊക്കെ അവരുടെ ഒരു പ്രോഗ്രാമാണ്, ഒരു പ്രോജക്റ്റാണ്. അവർ ആ പ്രോജക്റ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് NSSന്റെ ലക്ഷ്യം? NSSന് വല്ലാതെ വലിയ തെറ്റായിട്ടുള്ള ലക്ഷ്യമൊന്നും ഉണ്ടാകാൻ കഴിയില്ല. NSS യഥാർത്ഥ വിശ്വാസികളുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഏതു പ്രായത്തിലുള്ള യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചാൽ അവിടുത്തെ ചൈതന്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള നൈഷ്ഠിക ബ്രഹ്മചാരിത്വത്തിൽ നടത്തുന്നതിനൊക്കെ കുറച്ച് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ മുമ്പും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 36-ൽ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായി. ആ വിളംബരത്തിന്റെ സന്ദർഭത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ചെന്ന അവർണ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളോട് അന്നത്തെ ചില വിശ്വാസികൾ പറഞ്ഞു, നിങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിന് കളങ്കമുണ്ടാകും. 1936 മുതൽ 48 വരെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വാതിൽ അവർണയുടെ മുന്നിൽ തുറന്നു കൊടുത്തിരുന്നില്ല. അപ്പൊ അത്തരത്തിൽ യഥാർത്ഥ വിശ്വാസത്തിന്റെ പേരിലായിരുന്നു കുറച്ചാളുകളെങ്കിലും ആ ക്ഷേത്രങ്ങൾ അവർണയുടെ മുന്നിൽ അപ്പോഴും അടച്ചു. അതുപോലുള്ള ഒന്നായി കണ്ടാൽ മതി. അല്ലാതെ അതിനപ്പുറം മറ്റെന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയോ തെറ്റായിട്ടുള്ള ബോധമോ ഇവിടെ നടക്കുന്നതായിട്ടുള്ള ഈ ഗവൺമെന്റ് നല്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് NSSന് നല്ല അഭിപ്രായം തന്നെയാണ് ഈ കാലമത്രയും ഉള്ളത്. ഈ ഒരു പ്രശ്നത്തിനൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷക്കാലത്തെ ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും NSS പിന്തുണ തന്നെയാണ് നൽകിയത്. നിശ്ചയമായിട്ടും അതൊക്കെ സ്വാഭാവികമായിട്ടും മാറും. ഞങ്ങൾ തെറ്റായിട്ടുള്ള വഴിയിലൂടെ അല്ല സഞ്ചരിക്കുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ഗവൺമെന്റ് ഉത്തരവാദിത്വമുണ്ട്. സുപ്രീം കോടതിയുടെ തീരുമാനം നടപ്പിലാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. എന്നൊക്കെ കുറച്ചുകൂടെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത്തരം തെറ്റായിട്ടുള്ള ധാരണകളിൽ നിന്ന് അവർ പിന്മാറുമെന്ന് കരുതേണ്ടത്. ചില താരതമ്യങ്ങൾ കൂടി വരുമല്ലോ. അതായത് ഇപ്പൊ പിറവപ്പള്ളിയുടെ കാര്യത്തിലാണെങ്കിൽ കോടതി ഉത്തരവുണ്ട്, അവിടെ ഒരു മീഡിയേഷന് വേണ്ടി ഒരു മിനിസ്റ്റർ ആവർത്തിച്ച് നമ്മൾ അതെല്ലാം തന്നെ ആവർത്തിച്ച് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. പിറവപ്പള്ളിയിൽ ഗവൺമെന്റ് ഒരു കക്ഷിയല്ല. പിറവപ്പള്ളിയില് ഒരു സമുദായത്തിലെ 2 കൂട്ടർ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലെ 2 കൂട്ടർ തമ്മിൽ നടക്കുന്ന തർക്കത്തിൽ സർക്കാരിന് മീഡിയേറ്റർ ആകാം. ഇവിടെ സർക്കാരാണ് ഒന്നാം കക്ഷി. അതുകൊണ്ട് തന്നെ സർക്കാരിന് മീഡിയേറ്റർ ആകാനുള്ള ഒരു റൂളില്ല. ഇത് രണ്ടും രണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, റിലീസിൽ പറയുന്ന കാര്യങ്ങളിലെ അവ്യക്തതയോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ പരിഹരിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. പിറവപ്പള്ളിയുടെ കാര്യമൊന്നും ഈ ശബരിമല സ്ത്രീ പ്രവേശന പ്രശ്നം അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് സമാനമായിട്ടുള്ള ഒരു സംഗതി എവിടെയാണുള്ളത്. അത് സിഗ്നാപൂരിലെ ശനിദേവന്റെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത മഹാരാഷ്ട്ര ഹൈക്കോടതിയുടെ തീരുമാനവുമായി ഈ തീരുമാനത്തെ നമുക്ക് ബന്ധിപ്പിക്കാം. രണ്ടും ഏതാണ്ട് സെയിം തീരുമാനമാണ്. അവിടെ 400 വർഷം കാലമായിട്ട് സ്ത്രീകൾ പ്രവേശിക്കുന്നുണ്ടായിരുന്നില്ല ശനി ക്ഷേത്രത്തിൽ. മഹാരാഷ്ട്ര ഹൈക്കോടതിയിൽ കേസിന് പോകുന്നു. 2016 നവംബർ മാസം 1-ാം തീയതി സുപ്രധാനമായിട്ടുള്ള വിധി മഹാരാഷ്ട്ര ഹൈക്കോടതിയുടേതായിട്ട് വരുന്നു. എല്ലാവർക്കും സ്ത്രീകൾക്കെല്ലാം പ്രവേശിക്കാമെന്ന് പറഞ്ഞുകൊണ്ട വിധി. പിറ്റേ ദിവസം വിധി ഫഡ്നാവിസിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയല്ലോ.
BJPയുടെ ഗവൺമെന്റ് ആണല്ലോ നടപ്പിലാക്കിയല്ലോ. അതിന് സമാനമാണ് ഇവിടെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട വിധി എന്ന് പറയുന്നത്. അല്ലാതെ പിറവം പള്ളിയുമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികളോ ഗ്രൂപ്പുകളോ തമ്മിൽ നടക്കുന്നതായ തർക്കത്തിൽ സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ വിധിയിൽ ഗവൺമെന്റ് മീഡിയേറ്റർ ആകുക എന്ന് പറയുന്നത് പോലെ ഈ നവോത്ഥാന മതിലിൽ വനിതാ മതിലിൽ സർക്കാരിന്റെ ഭാഗമായി നിന്ന ആളുകൾ തന്നെ അത് അവർക്ക് വ്യത്യസ്ത അഭിപ്രായം പറയുന്നു. അതായത് അവർ വഞ്ചിച്ചു, അവർ വഞ്ചിക്കപ്പെട്ടു എന്നൊരു ഫീലിലാണ് അവരൊക്കെ സംസാരിക്കുന്നത്. അപ്പം ജനുവരി 1 വരെ നവോത്ഥാന മതിൽ ആ ഒരു വികാരത്തിൽ നിന്ന് അതിന്റെ മണിക്കൂറുകൾക്കകം നടപ്പാക്കപ്പെട്ട സുപ്രീം കോടതി വിധി അത് ഏതെങ്കിലും വിധത്തിൽ സർക്കാരിന്റെ കൂടെ നിന്ന ആളുകളെ തന്നെ അമ്പരിപ്പിക്കുക ഇതിൽ നമ്മള് കാണേണ്ടതാണ്. നവോത്ഥാന മതിൽ എന്ന് പറയുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നില്ല. കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് ആണ് നവോത്ഥാന മതിൽ ഉയർത്തുന്നത്. ഇത് വളരെ വളരെ പരിമിതമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ കാണുന്നതായിട്ടുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇത് രണ്ടു തന്നെയാണ്. അതിലൊക്കെ ഏർപ്പെട്ടതായിട്ടുള്ള സംഘടനകൾക്കെല്ലാം തന്നെ വ്യക്തമായി അവരുടെ നിലപാടുകൾ ഓരോ വിഷയത്തിലുമുണ്ട്. ആ ഓരോ വിഷയത്തിലും അവർക്ക് അവരുടെ നിലപാടുകൾ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിനൊന്നും നമ്മൾ പിന്നെ തെറ്റായിട്ട് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ വേങ്ങളെ, നമുക്ക് പിന്നെ അവിടെ ഈ സെപ്റ്റംബർ മാസം 28 ശേഷം അവിടെ പ്രവേശിക്കുന്ന സ്ത്രീകളുടെ പ്രായം പരിശോധിക്കുന്ന ഒരു സംവിധാനമില്ല. ഇപ്പോ 10 വയസ്സെന്ന് പറയുന്നു. 11 വയസ്സുകാരിയെ നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കും? 12 വയസ്സുകാരി എങ്ങനെയാണ് 10 വയസ്സാണ് 11 വയസ്സാണ്? 50 വയസ്സുകാരി 45 വയസ്സുകാരി എങ്ങനെയാണ് നമുക്ക് 50? അതൊന്നും മനസ്സിലാക്കാനൊന്നും കഴിയില്ല. ഞാൻ വിചാരിക്കുന്നത് ധാരാളം ആളുകൾ ഈ 10നും 50നും മധ്യ പ്രായമുള്ള ധാരാളം പേര് അവിടെ പ്രവേശിച്ചിട്ടുണ്ടാകും. നിങ്ങൾ മാധ്യമങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുകയോ അതുപോലെ തന്നെ പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് ഒക്കെ വരികയോ ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അല്ലാത്തവരൊക്കെ അവിടെ പോയിട്ടുണ്ടാവും. ഇതിനു മുമ്പും പോയിട്ടുണ്ട്. ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല. ധാരാളം പേര് പോയിട്ടുണ്ട്. ഈ പ്രക്ഷോഭകാരികൾക്ക് തന്നെ അറിയാം ധാരാളം പേര്. മന്ത്രി കടകംപള്ളി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഏതായാലും NSSനെ പോലെ ഒരു നവോത്ഥാന പാരമ്പര്യമുള്ള സംഘടന ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന വാർത്താക്കുറിപ്പിലൂടെ കൈക്കൊണ്ടിരിക്കുന്ന നിലപാട് കലാപകാരികളെ സഹായിക്കുന്ന നിലയായിപ്പോയി എന്ന് അദ്ദേഹം പ്രതികരിച്ചു. NSSന്റെ നിലപാടിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ കടകംപള്ളി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും NSSന്റെ നിലപാടിനെ സംബന്ധിച്ചുള്ള വാർത്തയാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. NSSന്റെ ഒരു വാർത്താ പ്രസ്താവന പുറത്ത് വന്നിരിക്കുന്നു. G. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറിയാണ് ഈ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. സർക്കാരിനെതിരെ എല്ലാ വിശ്വാസി സംഘടനകളും മതവിശ്വാസികളും സംഘടിക്കണം എന്ന ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സാമൂഹിക പ്രവർത്തകയായ ധന്യരാമൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ധന്യരാമൻ, 21ാം നൂറ്റാണ്ടിലാണ് ഒരുപക്ഷെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിലപാടിന്റെ ഭാഗമാണെങ്കിൽ അതിൻ്റെതായ ചില നിലപാടുകളും പ്രസ്താവനകളും നമുക്ക് മനസ്സിലാകുന്നതുമാണ്. വളരെ നിഷ്പക്ഷമായി തന്നെ ഈ കാര്യത്തിൽ ചോദിക്കാനുള്ളത്, എല്ലാ വിശ്വാസി സംഘടനകളും മതവിശ്വാസികളും ഈ സർക്കാരിനെതിരെ സംഘടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊരു വളരെ നിർണായകമായ പ്രസ്താവന ഈ പത്രക്കുറിപ്പിൽ G. സുകുമാരൻ നായർ സമൂഹത്തിനോട് വയ്ക്കുന്നുണ്ട്. ധന്യരാമൻ, മുൻപേ നമ്മളിതിനെ ശൂദ്രലഹള എന്ന് പറഞ്ഞ് നമ്മളൊരു പേരിട്ടതാണ്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ സുകുമാരൻ നായർ ഇതുവരെ മുമ്പോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ അവരൊക്കെ ഏറെ ഭയപ്പെടുന്നുണ്ട്. കാരണം ഈയിടെ നമ്മൾ ഈ നവോത്ഥാന മതിൽ രൂപം കൊടുത്തപ്പോ ഒരു വലിയ പറ്റം ആളുകളാണ് ഒരുമിച്ചത്. സർക്കാരിനെ, ജനാധിപത്യത്തെ, ഇന്ത്യൻ ഭരണഘടനയൊക്കെ പിന്തുണയ്ക്കാനായിട്ട് ഒരു വലിയ ഭൂരിപക്ഷം ഇവിടെ രൂപപ്പെട്ടു. ആ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മറ്റേതൊരു സംഘത്തെക്കാളും വലുതാണ്. അപ്പൊ അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് ഒരു സർക്കാർ, ഇവരിപ്പൊ കരുതിയത് ഈ ഒരു ശബരിമല ഇഷ്യൂയോട് കൂടി ഇവിടെ എല്ലാം തകരും, സർക്കാർ തകർന്നടിക്കണം എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസത്തിലായിരുന്നു അവർക്ക് ഇരുന്നത്. പക്ഷെ അതിനെല്ലാം തന്നെ ഭേദിച്ചുകൊണ്ട് വലിയൊരു ഭൂരിപക്ഷ സമൂഹം സർക്കാരിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഉള്ള ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ NSS പോലെയുള്ള സമുദായ സംഘടനകൾ. ഇവരുടെ ചിന്ത എന്ന് പറയുന്നത് സമുദായത്തിൽ തുടങ്ങിയിട്ട് സമുദായത്തിൽ തീരുന്നതാണ്. അതിലപ്പുറത്തേക്ക് ഇവർക്ക് വളർത്താനോ കഴിയില്ല. ഇത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതിയിലൂടെ പോകുന്ന ഒരു സമുദായത്തിൽ ഒരിക്കലും ഒരു മതത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതം ഇന്നും ഒട്ടും ഒരു സാമൂഹ്യ മാറ്റവും ഇല്ലാതെ ആ മതം മാത്രമായിട്ട് നിലകൊള്ളുന്നു. ഇവരാഹ്വാനം ചെയ്താൽ ഇവിടുത്തെ മറ്റേതെങ്കിലും മതങ്ങളും വിശ്വാസികളും ആളുകളും കൂടുമെന്നുള്ള ഒരു തെറ്റായ ധാരണ മാത്രമാണ്. കാരണം നമ്മളത് പ്രൂവ് ചെയ്യിച്ചു കഴിഞ്ഞു. സർക്കാരിന് കിട്ടുന്ന ഒരു സപ്പോർട്ട്. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സർക്കാർ എന്ന് പറയുമ്പോൾ
അതിൽ മുഴുവൻ വിശ്വാസികളും അവിശ്വാസികളും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. നമ്മളൊരു മതിലിന് വേണ്ടി നമ്മളൊരു ആളുകളെ വിളിക്കുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി അതിലുണ്ടെന്ന് വിചാരിച്ചു. CPM-നെ തന്നെ ഉദാഹരണമായിരുന്നു. എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും അതിനകത്തുണ്ട്, വിശ്വാസികളുണ്ട് അവിശ്വാസികളുണ്ട്. അതിനകത്ത് ഇനി എല്ലാം ഒരു സമൂഹത്തിന്റെ ഒരു കേരളത്തിന്റെ മുഴുവൻ പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ആഹ്വാനം പൊതുസമൂഹം ആ രീതിയിൽ തള്ളിക്കളയുകയുള്ളൂ. പഴയ പോലെ സമൂഹത്തിലെ ആളുകളെ കുറിച്ച് ഇവർക്കൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. നമ്മൾ ആരും വിവരമില്ലാത്ത ആളുകളെന്ന് കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ NSSന്റെ ജനറൽ സെക്രട്ടറി ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹം അത് പിൻവലിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം. കാരണം NSSന് അതിൻ്റെതായിട്ടുള്ള ഒരു കുറച്ചെങ്കിലും ചെറിയ ഭാഗമെങ്കിലും ചരിത്രമുള്ള ഒരു സംഘടനയാണ് NSS. അതിന്റെ പൂർവികരെ അതിനകത്ത് നിന്ന് വന്ന മന്നത്തിനെ പോലെയുള്ള ആളുകളെ അപമാനിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം NSSനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അവരെ തന്നെ അവർ അപമാനിച്ചു വിടുകയാണ്. അത് അവർ തന്നെ ഉൾക്കൊള്ളണം, അവർ തന്നെ മനസ്സിലാക്കണം. NSSലൊക്കെ എത്രയോ നല്ല ആളുകളുണ്ട്. ഇപ്പൊ പുതിയ തലമുറ അവരിപ്പോ പുതിയ NSSന്റെ യൂത്ത് രൂപീകരിക്കണം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവര് തന്നെ പറയുന്നുണ്ട് ഈ നേരത്തെയുള്ള ഈ NSSന്റെ ഈ മുതിർന്ന ആളുകളെ കൊണ്ട്, തലമുതിർന്ന ആളുകളെ കൊണ്ട് മറ്റൊരു ഈ NSSലെ തന്നെ വളരെ താഴ്ന്നു നിൽക്കുന്ന ആളുകൾക്ക് യാതൊരു ഉപകാരവും ഇല്ല. അവരിലേക്കൊന്നും ഇവരുടെ പ്രവർത്തനങ്ങൾ യാതൊന്നും എത്തുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രം ആളെ കൂട്ടാനുള്ള ഒരു സംഘടനയായത് മാറിക്കഴിഞ്ഞു. ഇതിന്റെ എല്ലാം പറ്റുന്നത് ഒരു വിഭാഗം ആളുകളാണ്. കുറച്ചു മുമ്പേ കടകംപള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു. ഈ സർക്കാർ വന്നപ്പോ ഇപ്പം ഞങ്ങൾക്ക് ദളിത് ആദിവാസി സമൂഹത്തിന് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സവർണ സമൂഹത്തിന് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം. കാരണം ആറ്റുകാൽ അമ്പലം എന്നൊക്കെ പറയുന്ന ഒരു ട്രസ്റ്റാണ്. കുറച്ച് വ്യക്തികൾ ചേർന്ന് നടക്കുന്ന ട്രസ്റ്റിന് വർഷത്തിൽ ഉത്സവം വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ അതിന്റെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്കും അവിടെ ആളുകള് പൊങ്കാലിടാൻ വരുമ്പോൾ ഇതുവരെ എത്രയോ വർഷങ്ങളായിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ഭംഗിയായി കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നു. ഇഷ്ടംപോലെ എത്ര അമ്പലങ്ങളെ ശുദ്ധീകരിക്കാനും അതിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളും ഒക്കെ സർക്കാർ ഫണ്ട് ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ തന്നെയാണ് ഫണ്ട് ചെയ്തത്. 2 കോടി 5 കോടി ഇങ്ങനെ ചെറിയ എമൗണ്ട് അല്ല കൊടുക്കുന്നത്. ഇതപ്പോ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കൂടെ കൂടുതൽ ഹിന്ദു വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് വരുമോ എന്നുള്ളൊരു ഭയം RSS NSSന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് സുകുമാരൻ നായർ ഇപ്പൊ കൊടുക്കാനുള്ള കാരണം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വ്യക്തമാണ്. ധന്യരാമന്റെ നിരീക്ഷണം ഈ ഘട്ടത്തിൽ വ്യക്തമാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് വിദ്യാസാഗർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിദ്യാസാഗർ, ഈ സുകുമാരൻ നായരുടെ പത്രപ്രസിദ്ധീകരണത്തിന്റെ വരികൾ ആരംഭിക്കുന്നത് തന്നെ സുപ്രീം കോടതി വിധിയുടെ മറവിൽ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് ശബരിമലയിലെ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ചാണ്. സുപ്രീം കോടതി വിധിയുടെ മറവിൽ എന്ന സൂചന സുപ്രീം കോടതി വിധിയും നവോത്ഥാനവും ഒക്കെ അത്ര മോശമായ കാര്യങ്ങളാണോ എന്ന് എത്ര നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകൾക്കും ഒരു സംശയം തോന്നും. വിദ്യാസാഗർ, എല്ലാ മതവിശ്വാസികളും എല്ലാ മതവിശ്വാസങ്ങളിൽ പെട്ടവരും സർക്കാരിനെതിരെ സംഘടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ പത്രപ്രസിദ്ധീകരണത്തിന്റെ അവസാനത്തിൽ പറയുന്നത്. വിദ്യാസാഗർ, സുകുമാരൻ നായരുടെ പ്രസ്താവന വളരെ നിരാശാജനകമാണ്. വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിക്കുന്ന സമീപനങ്ങളുമായിട്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ അതില് കേരളത്തിലെ ഒരുവിധം ചിന്താശക്തിയുള്ള പരിഷ്കരണവാദികളായിട്ടുള്ള നായർ സമുദായ അംഗങ്ങൾ അതിനോട് വിയോജിപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആചാര ലംഘനത്തിന്റെ പേരിൽ സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിക്കുക എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഏർപ്പാടല്ല, ഒരു രീതിയല്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോ സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ചില ആളുകൾക്ക് ഊർജം പകരുന്ന വിധത്തിലുള്ള നിലപാടുകളും കൂടി സ്വീകരിക്കുകയും അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പൊ എല്ലാ മതക്കാരും ചേർന്ന് സംഘടിച്ച് ഗവൺമെന്റിന്റെ അട്ടിമറിക്കാനായിട്ടുള്ള ആഹ്വാനം ആകുന്ന വിധത്തിലുള്ള നിലപാടുകളും ആഹ്വാനങ്ങളും ഒക്കെ പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് ഒരു സമുദായ നേതാവിന്റെ പറ്റിയ ഒരു ഏർപ്പാടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും വളരെ തെറ്റായ ഒരു സമീപനമാണ്. കേരള സമൂഹത്തില് അത് അംഗീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിലെ ചിന്താശീലരായിട്ടുള്ള മഹാഭൂരിപക്ഷ മനുഷ്യരും അത്തരത്തിലുള്ള ഒരു നിലപാടിനോട് യോജിക്കുമെന്നും ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഈ നിലപാടുകൾ അദ്ദേഹം പുനർചിന്തനത്തിന് വിധേയമാക്കിക്കൊണ്ട്
ഈ കാലത്തിന് അനുസരണമായിട്ട് ഈ മുന്നോട്ട് പോകാൻ കഴിയത്തക്ക വിധത്തിലുള്ള ചിന്താധാരയിലേക്ക് നടന്നടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതല്ല എങ്കിൽ അത് തീർച്ചയായിട്ടും പണ്ട് കാലത്ത് ഒരു വിമോചന സമരം നടത്തിയതിന്റെ ഒരു ഓർമ്മയിലെങ്ങാനും അഭിരമിച്ചുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചാൽ അവരെയും കുറ്റം പറയാനൊക്കത്തില്ല. പക്ഷെ കാലം മാറിയിരിക്കുന്നു. സമൂഹത്തിലെ വളരെയധികം അറിവും ഈ വാർത്താവിനിമയ ബന്ധങ്ങളുടെ എല്ലാം വർധനവും ഒക്കെ കൊണ്ടും മനുഷ്യന്മാർക്ക് ധാരാളമായിട്ട് വിവരം ഉണ്ടായിട്ടുണ്ട്. പണ്ടിതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വിമോചന സമരമൊക്കെ നടത്തി ഗവൺമെന്റുകളെയൊക്കെ അട്ടിമറിച്ചതിന്റെ ചരിത്രം ഓർമ്മിച്ചുകൊണ്ട് പുതിയ ചരിത്രം സൃഷ്ടിക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ കാലത്തിന്റെ ചുവരെടുത്ത് ഈ ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന നവോത്ഥാന മതിലുകളെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ ഇങ്ങോട്ട് സംഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിന്താധാരകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിന്റെ ഒരു അടയാളമായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായും വളരെ തെറ്റായ സമീപനമാണ്, തിരുത്തപ്പെടേണ്ട സമീപനമാണ്. അങ്ങനെ ഒരു ആഹ്വാനമൊന്നും ഈ കേരള സമൂഹത്തിന് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ കുറച്ച് കലാപകാരികളായിട്ട് കേരള സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവർക്ക് ഈ എരിതീയിൽ എണ്ണ ഒഴിച്ചാൽ ഒരു സ്വല്പം മാറിക്കത്തും, അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാനില്ല. അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ, ഒരു പക്ഷേ ഈ നവോത്ഥാന പശ്ചാത്തലമുള്ള സംഘടനകളെ സംബന്ധിച്ചും അതിന്റെ ഒരു ചരിത്രത്തിനെ സംബന്ധിച്ചും ഒക്കെ വ്യക്തമായ പഠനവും നിരീക്ഷണവുമുള്ള ആളുകളാണല്ലോ നിങ്ങളൊക്കെ. ഈ ഘട്ടത്തിൽ NSS എടുക്കുന്ന ഈ നിലപാട്, NSSനെ സംബന്ധിച്ചാണ് ഈ സമദൂരം എന്ന വാക്ക് ഒരുപക്ഷെ കേരളത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും അടയാളപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നത്. ആ സമദൂരം എന്നത് ഒരു പുകമറയോ മുഖംമൂടിയോ ഒക്കെയായി മാറി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചായ്വിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടിന്റെ സൂചനകൾ NSSന്റെ ഈ പത്രക്കുറിപ്പിന്റെ ഉള്ളറകളിൽ നിന്ന് വായിച്ചെടുത്താൽ അതിനെ തെറ്റുപറയാൻ കഴിയുന്ന നിലയിലേക്കാണോ വിദ്യാസാഗർ കാര്യങ്ങൾ പോകുന്നത്? ഇത് പ്രത്യക്ഷമായും BJP RSS നിലപാടുകളോട് സഖ്യം ചേർന്നുകൊണ്ട് അവരുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഉള്ള ചാലുകൾ തുറന്നു കൊടുക്കുക, അതിനെ സജീവമാക്കാൻ പരിശ്രമിക്കുക എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സമദൂരമൊക്കെ അദ്ദേഹം കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം വിശ്വസിക്കാൻ. അതുകൊണ്ട് ആ ഒരു നിലപാടിലേക്ക് മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ അതിപ്രത്യക്ഷമായിട്ടുള്ള സംഗതിയാ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യുമോ, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു അഭിപ്രായത്തോടും അത്തരത്തിലുള്ള ഒരു സഖ്യത്തോടും ഒക്കെ യോജിക്കാൻ കഴിയുമോ എന്നൊക്കെ എനിക്ക് വലിയ സംശയമുണ്ട്. ഓഫ്കോഴ്സ് നമ്മളല്ല അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടത്, അവരാണല്ലോ. ഏതായാലും കേരള പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട് വിനാശകരമായ ഒരു നിലപാടാണ്. കേരള സമൂഹത്തില് ഒരു വിശ്വാസഭഞ്ജനത്തിന്റെയും കാര്യമുണ്ടായിട്ടില്ല. ഇവിടെ പഴകി ജപിച്ച ആചാരങ്ങൾ ഒന്നൊന്നായിട്ട് ഉണക്കയീർക്കിലി ഒടിച്ചു കളയുന്നത് പോലെ ഒടിച്ചൊടിച്ച് കളഞ്ഞാണ് കേരള സമൂഹം ഇന്നത്തെ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ആ പരിശ്രമത്തിലൊക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് NSSഉം അതിന്റെ നേതാക്കളും. അതിന്റെയൊക്കെ വിപരീത ദിശയിലേക്ക് ഇന്ന് അദ്ദേഹം ചിന്തിക്കുമ്പോ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പല ലക്ഷ്യങ്ങൾ കാണും അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് ഇപ്പൊ ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. കേരള സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത, കേരളത്തിലെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ കേരള സമൂഹം മുന്നോട്ട് പോകണം, നവോത്ഥാന കാലത്തിന്റെ തുടർച്ചയായി മുന്നോട്ട് പോകാൻ കഴിയണം സമൂഹത്തിന്. സ്ത്രീ പുരുഷ സമത്വവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്താധാരകളും ഒക്കെ ഏറെ സജീവമായി ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് ഈ കേരളത്തിൽ അതിന് വിപരീത ദിശയിലേക്ക് സമൂഹം മാറണം എന്നൊക്കെയുള്ള സാധ്യം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. തീർച്ചയായും അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ, താങ്കളുടെ നിരീക്ഷണം വ്യക്തമാണ്. ഏതായാലും RSSനും BJPക്കും കേരളത്തിൽ ചാലുകൾ തെളിക്കാനുള്ള വഴിക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു കൊടുക്കുകയാണ് സുകുമാരൻ നായർ എന്ന നിരീക്ഷണമാണ് അഡ്വക്കേറ്റ് വിദ്യാസാഗർ നമ്മളോട് ഇപ്പോൾ നടത്തിയത്. TP പ്രശാന്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, ഒരുപക്ഷെ മന്ത്രി കടകംപള്ളിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പത്രപ്രസ്താവനയുമായി വരുന്നത് കലാപം നടത്തുന്നവരെ, രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ ഉപയോഗിച്ച് കലാപം നടത്തുന്നവരെ കൂടുതൽ പ്രശാന്തിലേക്ക് എത്താം. ഇപ്പോൾ നിർണായകമായ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പുന്നല ശ്രീകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പുന്നല ശ്രീകുമാർ, സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിലും നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞുമുള്ള സർക്കാരിന്റെ മുന്നോട്ട് പോക്ക്, അതിനെതിരായി വിശ്വാസികളും, അതും എല്ലാ മതവിശ്വാസികളും സംഘടിക്കണം, ആ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുകൂടി ഈ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. പുന്നല ശ്രീകുമാർ.
ഒരു പരിഷ്കൃത സമൂഹം, പ്രത്യേകിച്ച് ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ പരിഗണന വിഷയമല്ല അദ്ദേഹത്തിന്റെ പരാമർശം. കാരണം ഭരണഘടനയ്ക്ക് മുകളിലല്ല ഇന്ത്യയിലെ പൗരന്മാരും അതുപോലെ തന്നെ വിശ്വാസവും. അതുകൊണ്ട് അത് ഇപ്പോ വളരെ സജീവമായി ശബരിമല വിധി പ്രസ്താവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ ചർച്ചയ്ക്ക് വിധേയമായ കാര്യങ്ങളാണ്. ഇപ്പൊ തന്ത്രിയുടെ വിഷയം വന്നപ്പോൾ പോലും തന്ത്രി ഒരു പൗരൻ എന്ന നിലയിൽ ഭരണഘടനയ്ക്ക് വിധേയമായി കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടുന്ന ആൾ എന്ന നിലയിലാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോ ബഹുമാനപ്പെട്ട NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ പരാമർശം ജനാധിപത്യവൽക്കരിക്കപ്പെട്ട പരിഷ്കരണ ബോധത്തെ മുന്നോട്ട് നയിക്കുന്ന നവോത്ഥാന പരിശ്രമങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ മൂല്യങ്ങൾ പുലരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രതികരണം അല്ല അത്. ശരി, വ്യക്തമാണ്. ഏതായാലും ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് നന്ദി പുന്നല ശ്രീകുമാർ. ഏതായാലും ഈ പരിഷ്കൃത സമൂഹത്തിൽ ഒരു